നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഇറ ഓഫ് എക്സ്ചേഞ്ച്. പടിഞ്ഞാറും കിഴക്കും, കിഴക്കും പടിഞ്ഞാറും, ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്, ഈ കിഴക്കും പടിഞ്ഞാറും, ഇറ ഓഫ് എക്സ്ചേഞ്ച്, വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ദ ഇറ ഓഫ് എക്സ്ചേഞ്ച്, ഈ വിനിമയങ്ങളുടെ കാലഘട്ടം, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വിനിമയങ്ങളുടെ കാലഘട്ടം, എക്സ്ചേഞ്ചുകളുടെ കാലഘട്ടം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രത്യേകമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ടാണ്, വിനിമയങ്ങളെ കുറിച്ചിട്ടാണ്, മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്, കൈമാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നത് മാർക്കോ പോളോ എന്നറിയപ്പെടുന്ന ഒരു യാത്രികൻ്റെ, സഞ്ചാരികൻ്റെ, ട്രാവലോഗിലെ ചില വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ചില ലൈൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. അതിൽ ഒരു സഞ്ചാരി അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടും അവരനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. കുഴപ്പമൊന്നുമില്ല, ഒരു കഥ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അവരെന്തെല്ലാം ദുരിതങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ, എത്രത്തോളം ദുരിതങ്ങൾ ഒരു യാത്ര ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു സഞ്ചാരം നടത്തുന്നതിലൂടെ അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ട്രേഡ് റൂട്ടുകൾ, അല്ലെങ്കിൽ ഇവർ സഞ്ചരിച്ചിരുന്ന പാതകൾ ഏതൊക്കെയാണ്, വഴികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മാപ്പിൽ ഒരു സ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം ഏതാണ്? ചൈനയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയമുള്ള രണ്ട് സ്ഥലങ്ങൾ, ഇന്ത്യയിൽ രണ്ട് സ്ഥലങ്ങളുണ്ട്, കോഴിക്കോട് അതേപോലെ തന്നെ സൂറത്ത്, അല്ലേ? രണ്ടും എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ യൂറോപ്യൻസ് കച്ചവടം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പോർട്ട് സിറ്റീസ് ആയിരുന്നു, അല്ലെങ്കിൽ തുറമുഖ നഗരങ്ങളാണ് ഈ രണ്ട് നഗരങ്ങളും. പിന്നെ നമുക്ക് കേട്ടു പരിചയമുള്ള പല സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ബാഗ്ദാദ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സ്ഥലമാണ് ഇത്, ബാഗ്ദാദ്. പിന്നെ അതേപോലെ തന്നെ മിലാൻ, വെനീസ്, ഫ്ലോറൻസ്, ജനോവ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ലോകത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ഇവിടെയും ഉണ്ട്, അല്ലേ? ഇവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്യൻ ഭാഗങ്ങളിലായിട്ട്. ഓക്കെ, ഇത്രയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് റൂട്ടുകളാണ്. രണ്ട് റൂട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് സിൽക്ക് റൂട്ടാണ്, മറ്റൊന്ന് സ്പൈസ് റൂട്ടാണ്. ഒന്ന് സിൽക്ക് റൂട്ടാണ്, രണ്ടാമത്തെ ഏതാണ്? സ്പൈസ് റൂട്ടാണ്. നോക്ക്, സിൽക്ക് റൂട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു ബ്ലൂ ലൈനിലാണ്, അല്ലെങ്കിൽ ഒരു നീല രേഖയിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സിൽക്ക് റൂട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഭാഗമാണ്. ഇതിങ്ങനെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ രേഖ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് സിൽക്ക് റൂട്ട്. രണ്ടാമത്തത് സിൽക്ക് റൂട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, സ്പൈസ് റൂട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആരോ മാർക്കായിട്ടാണ്, അല്ലേ? ആരോ മാർക്കായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടും മനസ്സിലായല്ലോ. രണ്ട് റൂട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഇനി ഇവിടെ ഒന്നാമത്തത് സിൽക്ക് റൂട്ടിന്റെ പ്രത്യേകത എന്താണ്? അത് കരയിലൂടെയാണ്, ലാൻഡ് റൂട്ടാണ്, അല്ലെ? കരമാർഗമാണ് അതെന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. ഒന്നാമത്തെ റൂട്ടിന്റെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സിൽക്ക് റൂട്ടിന്റെ മലയാളമാണ് പട്ടുതുണിപ്പാത കേട്ടോ. എന്താണ്? പട്ടുതുണിപ്പാത എന്നാണ് പേര്. ഓക്കെ, പട്ടുതുണിപ്പാത എന്നാണ് പേര്. എഴുതാൻ പറ്റുന്നില്ല, പട്ടുതുണിപ്പാത. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് സ്പൈസ് റൂട്ടിന്റെ മലയാളം എന്ന് പറയുന്നത് സുഗന്ധ വ്യഞ്ജന പാത.
ഓക്കെ, സുഗന്ധ വ്യഞ്ജനപാത. അപ്പൊ പട്ടുതുണി പാതയും അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനപാതയാണ്. ഓക്കെ, ഇനി നോക്ക് സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ടുതുണി പാത. ഇത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ പ്രത്യേകത? ഇത് ലാൻഡ് റൂട്ടാണ് അല്ലെ, കരമാർഗത്തിലുള്ള അല്ലെങ്കിൽ കരയിലൂടെയുള്ള ഒരു റൂട്ടാണ് ഏത് എന്ന് പറയുന്നത്, ഈ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. നീലരേഖ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് എങ്ങനെയാണ്, കരമാർഗമാണ് അല്ലെ, കരയിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ഇനി രണ്ടാമത്തത് സ്പൈസ് റൂട്ട്. സ്പൈസ് റൂട്ടിന്റെ പ്രത്യേകത എന്താ? അത് പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്, ടൗണുകളെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് സഞ്ചരിക്കുന്നത് കടൽ മാർഗമാണ് അല്ലെ, കടലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് സഞ്ചരിക്കുന്നത്. ഇപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്ന് ലാൻഡ് റൂട്ട് ആണെങ്കിൽ മറ്റൊന്ന് ഏതാണ്, സീ റൂട്ടാണ്. ലാൻഡ് റൂട്ട് ഏതാണ്, സിൽക്ക് റൂട്ടാണ്. എന്നാൽ സീ റൂട്ട് ഏതാണ്, അത് സ്പൈസ് റൂട്ടാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽക്ക് റൂട്ട് പട്ടുതുണിപ്പാതയാണ് കരമാർഗം സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ സ്പൈസ് റൂട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനപാതയാണ് കടലിലൂടെ എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് പിന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന ആദ്യ യൂറോപ്യൻസ് ആണ് പോർച്ചുഗീസുകാർ അല്ലേ. ആദ്യ യൂറോപ്യൻ രാജ്യക്കാരാണ് ആര്, പോർച്ചുഗീസുകാർ. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യക്കാർ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നത് ആദ്യ വ്യക്തി ആരാണ്, വാസ്കോഡഗാമയാണ് അല്ലേ. 1498 കേരളത്തിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയ വ്യക്തിയാണ് ആര്, വാസ്കോഡഗാമ. ഈ വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്ന് അല്ലെങ്കിൽ കേരളത്തിൽ കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് എങ്ങനെയാണ്, കപ്പലിറങ്ങിയത് എങ്ങനെയാണ്, കടൽ മാർഗം വന്നിട്ടാണ് അല്ലേ. അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയത് എന്താണ്, സുഗന്ധവ്യഞ്ജനങ്ങളാണ്, സ്പൈസസ് ആണ് അല്ലേ, സുഗന്ധവ്യഞ്ജനങ്ങളാണ്. പ്രത്യേകിച്ച് കുരുമുളകാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. വാസ്കോഡഗാമ വന്നത് കടൽ മാർഗ്ഗമാണ്, സുഗന്ധവ്യഞ്ജനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, സ്പൈസസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പൈസസ് റൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, കടൽ മാർഗ്ഗമുള്ളതാണ്. എന്നാൽ പട്ടുതുണിപ്പാത സിൽക്ക് റൂട്ട് എങ്ങനെയാണ്, കരമാർഗ്ഗമാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു പിക്ചർ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു മാപ്പ് ഡിസ്കസ് ചെയ്തതിലൂടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്, പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് എന്താണ് സിൽക്ക് റൂട്ട് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ലാൻഡ് റൂട്ട് ദാറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രം ചൈന ടു യൂറോപ്പ് വാസ് നോൺ ആസ് ദ സിൽക്ക് റൂട്ട്. ചൈനയിൽ നിന്നും അതുപോലെ യൂറോപ്പിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന ലാൻഡ് റൂട്ടാണ് അല്ലെങ്കിൽ കരമാർഗമുള്ള പാതയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ടുതുണി പാത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദിസ് ട്രേഡ് റൂട്ട് വിച്ച് കണക്റ്റഡ് ദ ഈസ്റ്റ് വിത്ത് ദ വെസ്റ്റ് സ്ട്രെച്ച്ഡ് അറൌണ്ട് 6000 കിലോമീറ്റേഴ്സ്. ഏകദേശം ഇതിന്റെ വ്യാപ്തി എത്രയാണ്, അല്ലെങ്കിൽ ദൈർഘ്യം എത്രയാണ്, 6000 കിലോമീറ്ററോളം ഈസ്റ്റിനെയും വെസ്റ്റിനെയും, കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിച്ചുകൊണ്ട് വ്യാപിച്ചു കിടക്കുന്നു, 6000 കിലോമീറ്റർ. ഇനിയോ, ദിസ് റൂട്ട് ആൻഡ് ഇറ്റ്സ് ഇന്റർവെയിനിങ് റെസ്റ്റിംഗ് പ്ലേസസ് നോൺ ആസ് സാറൈസ്. ഈ റൂട്ടിലുള്ള അല്ലെങ്കിൽ ഈ പാതയിലുള്ള ചില വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. അത്തരം വിശ്രമ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നതാണ് സെറായ് എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് അറിയപ്പെടുന്നു. ഇനിയോ, ഹെൽപ്ഡ് ദ കൊമേഴ്ഷ്യൽ, കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ദ റീജിയൻസ് ലൈക്ക് ചൈന, ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, പേർഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. യൂറോപ്പ്, നോർത്ത് അമേരിക്ക, അതേപോലെ തന്നെ പേർഷ്യ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അതേപോലെ തന്നെ ചൈന എന്നീ പ്രദേശങ്ങളിൽ കൊമേഴ്ഷ്യൽ, വ്യാപാരപരമായിട്ടും അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടും, അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ. എന്താ കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരികവും അതുപോലെ തന്നെ ബുദ്ധിപരവുമായിട്ടുള്ള വികാസങ്ങൾക്ക് ഈ റൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് സിൽക്ക് റൂട്ടിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആ മാപ്പിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോണത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്,
ദീസ് റൂട്ട്സ് എക്സ്റ്റെൻഡ് ഫ്രം ഈസ്റ്റേൺ ചൈന ടു വെസ്റ്റേൺ യൂറോപ്പ്. ഈസ്റ്റേൺ ചൈന മുതൽക്ക് വെസ്റ്റേൺ യൂറോപ്പ് വരെ വ്യാപിച്ച് കിടക്കുന്ന റൂട്ടാണ് അല്ലെങ്കിൽ പാതയാണ് ഏതെന്നറിയപ്പെടുന്നത്? ഈ രണ്ട് പാതകളും അല്ലെ, ഈസ്റ്റ് മുതൽക്ക് കിഴക്ക് മുതൽക്ക് പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട റൂട്ടുകളെയാണ് നമ്മൾ മുകളിൽ എന്ത് ചെയ്തത്? ചർച്ച ചെയ്ത് വെച്ചത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദീസ് ട്രേഡ് റൂട്ട്സ് വിച്ച് കണക്റ്റഡ് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് were known as the Silk Route and the Spice Route. എന്താ പറഞ്ഞത്? ഈ ട്രേഡ് റൂട്ടുകൾ എങ്ങനെ ഈസ്റ്റ് മുതൽക്ക് വെസ്റ്റ് വരെ, പടിഞ്ഞാറ് മുതൽക്ക് കിഴക്ക് മുതൽക്ക് പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ രണ്ട് ട്രേഡ് റൂട്ടുകളും യഥാക്രമം അറിയപ്പെടുന്ന പേര് എങ്ങനെയാണ്? സിൽക്ക് റൂട്ട് ആൻഡ് സ്പൈസ് റൂട്ട്. എന്താ? പട്ടുതുണി പാത എന്നും അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജന പാത എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? The Silk Route was a land route while the Spice Route was through the sea. എന്താ പറഞ്ഞേ? സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? കരമാർഗമാണ് എന്നുണ്ടെങ്കിൽ, ലാൻഡ് റൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ, സ്പൈസ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്പൈസ് റൂട്ട് എന്ന് പറയുന്നത് കടൽമാർഗമുണ്ടായിരുന്ന ഒരു വാണിജ്യപാതയാണ്. ദീസ് റൂട്ട്സ് പാസസ് ത്രൂ ഡിഫറൻറ്റ് ട്രേഡ് സെന്റേഴ്സ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാപാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത്? ഈ ട്രേഡ് റൂട്ടുകൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും ഈ ഒരു 4 പോയിന്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിൽ നിന്ന് അനുമാനിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക. ഈ സിൽക്ക് റൂട്ടും അതുപോലെ തന്നെ ട്രേഡ് റൂട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസസ് എന്തെല്ലാം, അതേപോലെ തന്നെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മെയിൻ ഫാക്ടേഴ്സ് ഓഫ് ട്രേഡ് റൂട്ട്സ്, അല്ലെങ്കിൽ ദ ടു ട്രേഡ് റൂട്ട്സ്, അല്ലെങ്കിൽ സിൽക്ക് റൂട്ട് ആൻഡ് സ്പൈസ് റൂട്ട്. പട്ടുതുണി പാതയുടെയും അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജന പാതയുടെയും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്, പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം, ചോദിക്കാറുണ്ട്. എന്ത് ചെയ്യുക? ആ ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഈ രണ്ട് ട്രേഡ് റൂട്ടുകളും എന്തെല്ലാം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏതെല്ലാം വിധേനയാണ് ഈ ട്രേഡ് റൂട്ടുകൾ എക്സ്ചേഞ്ചസ്, അല്ലെങ്കിൽ എന്താണ് കൈമാറ്റങ്ങൾക്ക് കാരണമായത്? നമ്മൾ പറഞ്ഞല്ലോ, പല കൈമാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൾച്ചറലാവട്ടെ, അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ ആവട്ടെ, പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ ആവട്ടെ, എങ്ങനെയാണെങ്കിലും പലതരത്തിലുള്ള കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? സാംസ്കാരികപരമായിട്ടും വാണിജ്യപരമായിട്ടും അതേപോലെ തന്നെ സാമൂഹികപരമായിട്ടും ഒക്കെ ഒരുപാട് കൈമാറ്റം ചെയ്യൽ ഈ രണ്ട് ഈസ്റ്റും വെസ്റ്റും തമ്മിലുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പ്രദേശങ്ങളിൽ, ഈ ഏരിയയിൽ, അല്ലെങ്കിൽ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യാപാര ബന്ധം ഒന്നും കൂടെ ദൃഢപ്പെടാനായിട്ട് കാരണമാവുന്നത് ക്രുസേഡ്സിൻ്റെ കാലഘട്ടത്തോട് കൂടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശ് യുദ്ധങ്ങളുടെ കാലഘട്ടത്തോട് കൂടിയിട്ടാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഒന്നും കൂടെ എന്ത് ചെയ്യുന്നത്? ശക്തമാവാനായിട്ട്, പവർഫുൾ ആവാനായിട്ട് തുടങ്ങുന്നത്. ദ കമ്പാരേറ്റീവ്ലി വീക്ക് ട്രേഡ് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഫിലിപ്പ് വിത്ത് ദ ബിഗിനിങ് ഓഫ് ദി ക്രുസേഡ്സ്. ട്രേഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കമ്പാരേറ്റീവ്ലി വീക്കായിക്കൊണ്ടിരിക്കുന്ന, കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ശക്തിപ്പെടുന്നത് ഏത് കാലഘട്ടത്തോടു കൂടിയാണ്? ബിഗിനിങ് ഓഫ് ദി ക്രുസേഡ്സ്. ക്രുസേഡ്സിൻ്റെ അല്ലെങ്കിൽ എന്താണ് കുരിശ് യുദ്ധങ്ങളുടെ ആരംഭ കാലഘട്ടങ്ങളിലാണ് ഇതെന്ത് ചെയ്യുന്നത്? വീണ്ടും ശക്തമാവാനായിട്ട് തുടങ്ങുന്നത്. ഇനിയോ ദ ഇറ്റാലിയൻ ട്രേഡേഴ്സ് were engaged in long distance trade with the Eastern Roman Empire and the Arabs. എന്താ പറഞ്ഞത്? അറബ്സും ഇറ്റാലിയൻസും ആണ് പ്രധാനപ്പെട്ട ട്രേഡേഴ്സ് ആയിട്ട് പറയണത്. അതിൽ ഇറ്റാലിയൻ രാജ്യക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇറ്റലിക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? റോമ സാമ്രാജ്യവുമായിട്ടാണ് വ്യാപാര ബന്ധത്തിൽ എന്ത് ചെയ്തിരുന്നത്? അവർ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അറബികളാണ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡിൽ, അല്ലെങ്കിൽ ദീർഘദൂര വ്യാപാരത്തിൽ എന്ത് ചെയ്തിരുന്നത്? പങ്കാളികളായിട്ട് ഉണ്ടായിരുന്നത്. ഇറ്റാലിയൻ വ്യാപാരികൾ
പൗരസ്ത്യ റോമാ സാമ്രാജ്യവുമായിട്ടും അതേപോലെ തന്നെ അറബികൾ ദീർഘദൂര വ്യാപാരത്തിലും എന്ത് ചെയ്തിരുന്നു, പങ്കാളികളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇറ്റാലിയൻ വ്യാപാരികൾ അല്ലെങ്കിൽ ഇറ്റാലിയൻ ട്രേഡേഴ്സ് ബന്ധം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ടൗൺസ് ഏതൊക്കെയാണെന്നാണ് പറയണത്. ദേ ഹാഡ് ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് ടൗൺസ് ലൈക്ക് ബാഗ്ദാദ്, ദമാസ്കസ് ആൻഡ് ജെറുസലേം. ബാഗ്ദാദും അതുപോലെ തന്നെ ദമാസ്കസും ജെറുസലേമും ഒക്കെ വ്യാപാര ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്തിരുന്നു, വ്യാപാര ബന്ധത്തിൽ ഇറ്റാലിയൻ വ്യാപാരികൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റാലിയൻ വ്യാപാരികൾ അല്ലെങ്കിൽ ഇറ്റാലിയൻ ട്രേഡേഴ്സ് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സ് ആണ് ഏതൊക്കെയാന്ന് പറയുന്നത്, ബാഗ്ദാദ്, ദമാസ്കസ് ആൻഡ് ജെറുസലേം. ഈ ടൗണുകളുമായിട്ടൊക്കെ ഇറ്റാലിയൻ ട്രേഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നുകൂടെ നോക്കാം നമുക്ക്. എന്താണ് ട്രേഡ് റൂട്ട്സ് എക്സ്റ്റെൻഡ് ഫ്രം ഈസ്റ്റേൺ ചൈന ടു വെസ്റ്റേൺ യൂറോപ്പ്. ഈസ്റ്റേൺ ചൈന മുതൽക്ക് വെസ്റ്റേൺ യൂറോപ്പ് വരെയാണ് എന്ത് ചെയ്തിരുന്നത്, ഇത് വ്യാപിച്ചു കിടന്നിരുന്നത്. These trade routes which connected the east and the west were known as the Silk Route and the Spice Route. Silk Route എന്നും Spice Route എന്നും ഇതെന്ത് ചെയ്യുന്നു, യഥാക്രമം അറിയപ്പെടുന്നു. Silk Route was a land route. Silk Route was a land route. എന്നാലോ അതേപോലെ തന്നെ while the Spice Route was through the സീ റൂട്ട്. എന്താണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്, എന്താണ് ലാൻഡ് റൂട്ടാണ്. എന്നാൽ അതേസമയം എന്താ പറയണത്, സ്പൈസ് റൂട്ട് എന്ന് പറയുന്നത്, സുഗന്ധവ്യഞ്ജന പാത എന്ന് പറയുന്നത് എന്താണ്, കടൽ മാർഗം ഉണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെ ദീസ് റൂട്ട്സ് പാസ്ഡ് ത്രൂ ഡിഫറൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സിലൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപാര ബന്ധം കടന്നു പോയിട്ടുണ്ട്. ഈ രണ്ട് ട്രേഡ് റൂട്ടുകളും കടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, കമ്പാരേറ്റീവ്ലി വീക്കായിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് പിൻകാലത്ത് ശക്തമാവുന്നത് ഏതിൻ്റെ ആരംഭത്തോടു കൂടിയാണ്, കുരിശ് യുദ്ധങ്ങളുടെ ആരംഭത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ കുരിശ് യുദ്ധത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിലാണ്. ഇനിയോ രണ്ട് പ്രധാനപ്പെട്ട ട്രേഡേഴ്സാണ്. ഒന്ന് ആരാണ്, ഇറ്റാലിയൻ ട്രേഡേഴ്സും രണ്ടാമത്തത് അറബ്സും. ഇറ്റാലിയൻ ട്രേഡേഴ്സ് റോമൻ എംപയറുമായിട്ടാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്തിരുന്നത്, ട്രേഡ് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ അറബികളോ, അവർ ലോങ് ഡിസ്റ്റൻസ് ട്രേഡിലാണ് പങ്കാളികളായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇറ്റാലിയൻ ട്രേഡേഴ്സിന് ബന്ധം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ടൗൺസ് ആണ് ബാഗ്ദാദ്, ദമാസ്കസ് ആൻഡ് ജെറുസലേം. ബാഗ്ദാദും ദമാസ്കസും അതേപോലെ തന്നെ ജെറുസലേമും ഒക്കെയാണ് ഇവരെന്ത് ചെയ്തിരുന്നത്, പ്രധാനമായിട്ടും വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്ന വ്യാപാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മെർച്ചന്റ് ഗ്രൂപ്പ് സഞ്ചരിക്കുന്ന ഒരു ചിത്രമാണ്, ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാവനയിൽ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മുകളിൽ കേട്ടോ. ഒന്ന് കാണുക, ചിത്രം കാണുക. ഓക്കെ, ഇനി അവിടെ സ്പൈസ് റൂട്ട് എന്താന്ന് പറയുന്നുണ്ട്. എന്താ സ്പൈസ് റൂട്ട് എന്ന് പറയുന്നത്, എ നെറ്റ്വർക്ക് ഓഫ് സീ റൂട്ട്സ് ദാറ്റ് കണക്റ്റഡ് ദ ഈസ്റ്റ് വിത്ത് ദ വെസ്റ്റ് വാസ് നോൺ ആസ് സ്പൈസ് റൂട്ട്. കടലിലൂടെ ഈസ്റ്റിനെയും വെസ്റ്റിനെയും ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഏതെന്നറിയപ്പെടുന്നത്, സ്പൈസ് റൂട്ട് എന്നറിയപ്പെടുന്നത്. ദിസ് റൂട്ട് പാസ്ഡ് ത്രൂ ദ റീജിയൻസ് ഓഫ് കോസ്റ്റൽ ഇന്തോനേഷ്യ, ഇന്ത്യ, ജപ്പാൻ, ശ്രീലങ്ക ആൻഡ് സെൻട്രൽ ഏഷ്യ. ആൻഡ് ദ ചീഫ് കമ്മോഡിറ്റി ഓഫ് എക്സ്ചേഞ്ച് വാസ് സ്പൈസസ്. ഈ പറഞ്ഞ ഏരിയയിലൂടെ കോസ്റ്റൽ ഇന്തോനേഷ്യയുടെ തീരങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യ, ജപ്പാൻ, ശ്രീലങ്ക, സെൻട്രൽ ഏഷ്യ, ഈ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലൂടെയൊക്കെയാണ് ഈ സ്പൈസ് റൂട്ട് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട തീരപ്രദേശങ്ങളിലൂടെയാണ് എന്ത് ചെയ്തിരുന്നത്, ഇതൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട കമ്മോഡിറ്റി അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയുന്നത്, കൈമാറ്റം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്, സ്പൈസസ് ആണ് അല്ലേ, അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. അതുകൊണ്ടാണല്ലോ അതിനെന്ത് പേര് വന്നത്, സ്പൈസ് റൂട്ട് അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജന പാത എന്നുള്ള പേര് വന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യാപാര ബന്ധം അല്ലെങ്കിൽ ആ ട്രേഡ് റൂട്ട്സ്, ട്രേഡ് റിലേഷൻഷിപ്പ് സ്ട്രെങ്തൺ ചെയ്യാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോണത്. ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ആൻഡ് എഫക്റ്റീവ് സ്റ്റെപ്സ് ടു കൺട്രോൾ തീവ്സ് ആൻഡ് റോബേഴ്സ് resulted in the strengthening of the commercial contact between East and the West.
എന്താ പറഞ്ഞേ? ഒന്നാമത് പറഞ്ഞ എന്താണ്? ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഉൽപാദനത്തിലുണ്ടായ പെട്ടെന്നുള്ള വർധനവ്. ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്. ഉൽപ്പന്നങ്ങളിലുണ്ടായ വൈവിധ്യം, വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ. പിന്നെയോ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്. റോഡുകളും പാലങ്ങളും നിർമ്മിച്ചത്. പിന്നെയോ അതേപോലെ തന്നെ ആൻഡ് എഫക്റ്റീവ് സ്റ്റെപ്സ് ടു കൺട്രോൾ തീവ്സ് ആൻഡ് റോബേഴ്സ്. കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും അല്ലെങ്കിൽ കൊള്ളക്കാരെയും അമർച്ച ചെയ്യുന്നതിൽ ഭരണാധികാരികൾ കൃത്യമായ നിലപാട് പുലർത്തിയത് അല്ലെങ്കിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചത്. ഇതൊക്കെ എന്ത് ചെയ്തു? റിസൾട്ടഡ് കാരണമായി. എന്തിന്? സ്ട്രെങ്തനിങ് ഓഫ് ദ കൊമേഴ്ഷ്യൽ കോണ്ടാക്ട്സ് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിക്കുന്നതിന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറി. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ എന്താണ്? ഉൽപ്പന്നങ്ങളിലുണ്ടായ വർധനവ് അല്ലെങ്കിൽ ഉൽപാദനത്തിലുണ്ടായ വർധനവ്. ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങളിലുണ്ടായിട്ടുള്ള വൈവിധ്യം. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, റോഡുകളും പാലങ്ങളും നിർമ്മിച്ചത്. പിന്നെയോ ആൻഡ് എഫക്റ്റീവ് സ്റ്റെപ്സ് ടു കൺട്രോൾ തീവ്സ് ആൻഡ് റോബേഴ്സ്, അല്ലെ, കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ അടിച്ചമർത്തുന്നതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. ഓക്കെ, ഇതെന്താണ്? ഇതൊക്കെ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യാപാര ബന്ധം വളർന്നു വരുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.